ഹെൽത്തി ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കാൻ വേണ്ടി ചീര പിക്ക് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ഇല ഇതേപോലെ അരിഞ്ഞെടുത്തു. അവയിൽ കുറച്ച് വലുതായിട്ട് അരിയാം. സോഫ്റ്റ് തണ്ട് ഇതേപോലെ അരിഞ്ഞു വെച്ചു. കുറച്ച് ഹാർഡായിട്ടുള്ള ഇങ്ങനെ സ്ലിറ്റ് ചെയ്തിടാം. നല്ല ഹാർഡായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിടാം. 2ആയിട്ടും 3ആയിട്ടും എല്ലാം കട്ട് ചെയ്ത് പിന്നെ പുളിക്ക് മാങ്ങ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ അരിഞ്ഞു വെച്ചു. കോക്കനട്ട് ഓയിൽ ഇത് അരയ്ക്കാനുള്ള ഇതേപോലെ അരച്ചു വെക്കുക. കലത്തിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കുറച്ച് കറി ലീഫൊക്കെ ഇട്ട് അരിഞ്ഞു വെച്ച് തണ്ടെല്ലാം അതിനകത്തിട്ട് ടർമറിക് പൗഡറും സാൾട്ടും കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അതൊന്ന് തിളച്ച് വരുമ്പം അരിഞ്ഞു വെച്ച മാങ്ങയും തക്കാളിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി ഉപ്പ് ഇട്ട് വീണ്ടും കുക്ക് ചെയ്യാൻ വെക്കുക. മാങ്ങ നന്നായിട്ട് വെന്തതിന് ശേഷം അരിഞ്ഞു വെച്ച ചീരയെല്ലാം അതിലേക്ക് ഇട്ട് ഇളക്കി അരപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് സാൾട്ടും വെള്ളവും കൂടെ ഒഴിച്ച് വീണ്ടും അടച്ചു വെച്ച് നമുക്കൊരു 5 to 7 minutes കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ളൊരു ചീര അവിയൽ റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.